കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ശശി തരൂർ പങ്കെടുത്തേക്കില്ല. നേതൃത്വത്തെ അസൗകര്യം അറിയിച്ചതായാണ് വിവരം. പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാനാണ് സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, രണ്ടും കൽപ്പിച്ചോ തരൂർ? കൃഷ്ണജയ്, 21-ാം തീയതി ആരംഭിക്കുന്ന ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായി കോൺഗ്രസ് ഏത് സ്ട്രാറ്റജി എങ്ങനെ വേണം സഭയ്ക്കുള്ളിൽ മുന്നോട്ട് നീങ്ങാൻ എന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഓപ്പറേഷൻ സിന്ദൂർ, അതേപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് ലോക്സഭയും രാജ്യസഭയും സമ്മേളിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ാനുള്ള അവസരമായി കോൺഗ്രസ് ഇതിനെ കാണുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി പ്രത്യേക ലോക്സഭാ സമ്മേളനം വിളിക്കണമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് അടക്കം ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും, അതായത് വർഷകാല സമ്മേളനത്തിന് സഭ ചേരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാകാമെന്നുള്ളത് നേരത്തെ BJP വ്യക്തമാക്കിയതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനം ശശി തരൂർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതേപോലെ തന്നെ NDA ഭരണത്തെയും അനുകൂലിച്ചുകൊണ്ട് ശശി തരൂർ പരസ്യമായ നിലപാടെടുത്ത സാഹചര്യം അത് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ MP ആയ ഒരു വ്യക്തി പ്രധാനമന്ത്രിയെ അനുകൂലിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളെ ഉയർത്തിക്കാണിക്കുന്ന രീതിയിൽ നടത്തുന്ന സംഭാഷണങ്ങൾ അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുള്ളത് ഇതിനോടകം തന്നെ മറ്റ് നേതാക്കൾ AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ MP-മാർ ഇതുവരെ മൗനം പാലിച്ചെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുമുള്ള കോൺഗ്രസിൻ്റെ MP-മാർ താൻ ഏത് പാളയത്തിലാണ് നിൽക്കുന്നത് എന്ന് ശശി തരൂർ വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, മറ്റ് കോൺഗ്രസ് നേതാക്കളും രൂക്ഷമായ വിമർശനമാണ് ശശി തരൂരിനെതിരെ ഉയർത്തുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെതിരെ ആഞ്ഞടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അദ്ദേഹം ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത് ഏതാണ്ട് 90% ഉറപ്പിക്കാൻ സാധ്യതയാണ്. പ്രത്യേകിച്ച് ഇതിനോടകം താൻ ചില അസൗകര്യങ്ങൾ കാരണം ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത് ശശി തരൂർ നേതൃത്വത്തെ അറിയിച്ചതായിട്ടുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഏതായാലും ചർച്ചകളിൽ ഇന്ന് പ്രധാനം ഈ ശശി തരൂർ വിഷയം തന്നെ ആകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ശശി തരൂർ നിരന്തരം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുകയും നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതി കഴിഞ്ഞ കുറേ നാളായി സ്വീകരിക്കുന്നു. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി എതിർത്തിട്ടും ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് വിശദീകരിക്കുവാൻ വേണ്ടി വിദേശത്ത് പോയ സംഘത്തിന് നേതൃത്വം നൽകിയത് ശശി തരൂരാണ്. ശശി തരൂരിന് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ ശശി തരൂരിൻ്റെ പേരുണ്ടായിരുന്നില്ല. മറിച്ച് തനിക്ക് ബോധ്യപ്പെട്ട കാര്യം, രാഷ്ട്രത്തിന് ബോധ്യപ്പെട്ട കാര്യം ഇതര രാഷ്ട്രങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം അത് ശശി തരൂർ ഏറ്റെടുത്തുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിവരിക്കുകയുണ്ടായി. സ്വാഭാവികമായും അത് കോൺഗ്രസിന് ദഹിച്ചില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് തങ്ങളുടെ പാർട്ടിയിൽ നിന്നും തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു നേതാവ് ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന രീതി അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് AICC നേതൃത്വത്തിൻ്റെ നിലപാട്. ഇതാദ്യമായല്ല ശശി തരൂർ ഇത്തരം നിലപാടെടുക്കുന്നത്. ഇതിനെല്ലാം ഉപരി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെയും UDF-നെയും ഒന്നിലാകെ വിട്ടിലാക്കിക്കൊണ്ട് ഏറ്റവും ഉചിതമായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണ് എന്ന തരത്തിലുള്ള ഒരു ഓൺലൈൻ സർവേ ഫലം അത് ശശി തരൂർ തൻ്റെ X-ലൂടെ പങ്കുവെക്കുകയുണ്ടായി, സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയുണ്ടായി. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും ഉചിതനായ വ്യക്തി കേരളത്തിൽ മറ്റാരും അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ആരുമല്ല, താനാണ് എന്ന തരത്തിലുള്ള പ്രചരണം ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് സ്വാഭാവികമായും UDF-ൻ്റെ ഐക്യത്തെ ബാധിക്കുമെന്നുള്ളതാണ് കേരളത്തിലെ നേതാക്കൾ AICC നേതാക്കളോട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ ശശി തരൂരിൻ്റെ ഇത്തരം അച്ചടക്കമില്ലായ്മ എന്ന അല്ലെങ്കിൽ അത്തരം രീതി പൂർണ്ണമായും ഇന്ന് ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചർച്ചയാകാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അറിയാൻ. ശരി നന്ദഗോപൻ, അതായത് ഈ പാർലമെന്റ് സമ്മേളനം ചേരുമ്പോൾ പാർട്ടി എന്ത് നിലപാടെടുക്കണം എന്നത് ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഏതു പാർട്ടിയെ സംബന്ധിച്ചായാലും നിലപാടുകൾ എന്താകണം എന്ന് ചർച്ച ചെയ്യുന്ന ഒരു സുപ്രധാന യോഗം. അതിൽ പങ്കെടുക്കാൻ തരൂർ അസൗകര്യം അറിയിക്കുമ്പോൾ മനസ്സില്ലെന്ന സൂചനയല്ലേ?
തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ കോൺഗ്രസുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്ന് പോകുന്നില്ല അല്ലെങ്കിൽ പോകില്ല എന്ന തരത്തിലുള്ള പല പ്രസ്താവനകളും അത്തരം ചില സംഭാഷണങ്ങളും ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. കോൺഗ്രസിൻ്റെ പല നിലപാടുകളോടും ശശി തരൂർ പരസ്യമായി വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല കോൺഗ്രസിനുള്ളിലെ അന്തഃഛിദ്രം തുറന്നു കാണിക്കുക മാത്രമല്ല ബി ജെ പിയോട് അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി അനുകൂലിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ പലപ്പോഴും അദ്ദേഹം പരസ്യമായി സ്വീകരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു മുതിർന്ന നേതാവ്, മാത്രമല്ല ലോകരാജ്യങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുന്ന ഒരു നേതാവ്, ആ നേതാവ് ഇത്തരത്തിൽ ഭരണപക്ഷ പാർട്ടിയോടൊപ്പം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ പ്രശംസിക്കുകയും ചെയ്യുന്ന നിലപാട് അത് കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെതിരെ വലിയ ഒരു പോർമുഖം തുറക്കുവാൻ ഇടയാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പോർമുഖത്തിൻ്റെ അനന്തര ഫലങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ പല നേതാക്കളുടെ സംഭാഷണം അല്ലെങ്കിൽ ശശി തരൂരിനെതിരായിട്ട് കൂടുതൽ നേതാക്കൾ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തും. ഇതുവരെ കോൺഗ്രസ് പാർട്ടി അല്പം സംയമനം പാലിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന എം പിമാർ ഇതിനോടകം തന്നെ ശശി തരൂരിനെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ശശി തരൂർ ഏത് പാർട്ടിയിലാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തണമെന്നുള്ള ആവശ്യം കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ഒരു പ്രതികരണം തുടരെ നടത്തുന്നു എങ്കിൽ പോലും ഒരു നടപടിയെടുക്കാൻ പറ്റാത്തത്ര വിധം പ്രതിരോധത്തിലേക്കല്ലേ അവർ? അതാകട്ടെ ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ മൂർച്ച ഏറി വരുന്നു. തരൂരാകട്ടെ ആഗ്രഹിക്കുന്നത് തന്നെ പുറത്താക്കണം എന്നാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ എനിക്ക് മനസ്സില്ല, പക്ഷെ എന്നെ പുറത്താക്കൂ എന്നാണ് തരൂരിൻ്റെ പരോക്ഷമായ വെല്ലുവിളി. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് അപ്പാടെ പ്രതിരോധത്തിലേക്കല്ലേ? തീർച്ചയായിട്ടും ഇതിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം. പുറത്താക്കിയാൽ അത് വലിയ മറ്റ് പ്രശ്നങ്ങൾക്ക് വലിയ കാരണമാകും. ശശി തരൂരിൻ്റെ ഒരു വീര പരിവേഷം കിട്ടും. അതിനൊക്കെ അപ്പുറത്തേക്ക് അത് രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചയാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിനുള്ളിലെ അന്തഃഛിദ്രം കാരണം മുതിർന്ന നേതാവ് കോൺഗ്രസ് വിട്ടുപോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ ഇപ്പോൾ പുറത്താക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ ശശി തരൂർ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ ശശി തരൂരിൻ്റെ നിലപാട് അത് തന്നെയാണ്. പാർട്ടി വിട്ട് അല്ലെങ്കിൽ പാർട്ടിയിലൊരു രാജി നൽകിക്കൊണ്ട് താൻ പുറത്തേക്കില്ല, മറിച്ച് പാർട്ടി പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ എന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെയാണ് ശശി തരൂർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ AICC നേതൃത്വത്തിന് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്കോ നിലപാടിലേക്കോ എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ ശശി തരൂരിനെ നേരത്തെ സൂചിപ്പിച്ച പോലെ പുറത്താക്കിയാൽ അത്തരമൊരു വീര്യപരിവേഷം കിട്ടുമെന്നുള്ള ഒരു ഭയമുണ്ട്. മറിച്ച് ശശി തരൂരിനെ ഇനി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് സ്വാഭാവികമായും പാർട്ടിക്ക് വരും ദിവസങ്ങളിൽ വലിയ ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അടുത്ത വർഷം കേരളത്തിലും അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലടക്കം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ശശി തരൂരിനെതിരെ ഇത്തരത്തിലൊരു നിലപാടെടുത്താൽ അത് എല്ലാ തരത്തിലും പ്രതിസന്ധിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുമെന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ AICC നേതൃത്വം മൗനം പാലിച്ച് മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ ഇതേ രീതി ശശി തരൂർ മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഇതേ നിലപാട് ശശി തരൂർ വീണ്ടും തുടർന്നും ആവർത്തിച്ചാൽ കടുത്ത തീരുമാനത്തിലേക്ക് AICC നേതൃത്വത്തിന് എത്താതെ മറ്റു പോംവഴികളില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പുറത്തേക്കുള്ള വാതിൽ AICC നേതൃത്വം തന്നെ ശശി തരൂരിനായി തുറന്നു നൽകണമെന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. കൃഷ്ണരാജ്, കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് നടക്കുകയാണ്. പക്ഷേ വരില്ലെന്ന് ശശി തരൂർ അറിയിച്ചു കഴിഞ്ഞു. പാർലമെന്റ് സമ്മേളനത്തിൽ എന്ത് നടപടിയാണ്, എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യാൻ വിളിച്ച സുപ്രധാന യോഗത്തിൽ, സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിലാണ് വരാൻ താല്പര്യമില്ല എന്ന അർത്ഥത്തിൽ തന്നെ ശശി തരൂർ മറുപടി നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.